സാധാരണയായി മീനമാസം പകുതിയോടെ മാത്രം പൂവിട്ട് കാണാറുള്ള കണിക്കൊന്നകൾ ഇത്തവണ വളരെ നേരത്തെ പൂവിട്ട് നിൽക്കുന്ന കാഴ്ചയാണ് പലയിടത്തും. വിഷു മത്സരക്കാലത്തിന്റെ ഈ സ്വർണ്ണവർണ്ണ ചേതോഹര കാഴ്ച വിഷുവെത്തും മുൻപ് വിരിഞ്ഞത് ചേലാമറ്റം കോട്ടയിൽ ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലാണ്. ക്ഷേത്രത്തിന്റെ പിൻവശത്തായി സർപ്പസ്ഥാനത്തോട് ചേർന്ന് നിൽക്കുന്ന കർണികാരം വിഷുവിന് ഒരു മാസം മുൻപേ പൂവിട്ടതാണ് കൗതുകമായത്. മീനച്ചൂടിന്റെ കാഠിന്യം കൂടും മുൻപേ ഭഗവത് സന്നിധിയിൽ കൊന്ന പൂത്തത ക്ഷേത്രത്തിലെത്തുന്നവർ കൗതുകത്തോടെ നോക്കിക്കാണുന്നു. കൊന്നകൾ ഇങ്ങനെ നേരത്തെ പൂത്തു തുടങ്ങിയാൽ വിഷുവിന് കണിവെക്കാൻ പൂക്കൾ ഉണ്ടാകുമോ എന്ന ആശങ്കയുണ്ട്. കാലാവസ്ഥയിലെ മാറ്റങ്ങളും മണ്ണിലെ ഈർപ്പത്തിന്റെ വ്യതിയാനവുമാണ് കൊന്നകൾ നേരത്തെ പൂവിടാൻ കാരണമെന്ന് പരിസ്ഥിതി പ്രവർത്തകർ പറയുന്നു. കണിക്കൊന്നകൾ സാധാരണയായി പൂക്കുന്നത് വേനൽക്കാലത്തെ കഠിനമായ ചൂടിലാണ്. കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ തന്നെ ഭൗമതാപനില ഗണ്യമായി ഉയരുന്നുണ്ട്. അന്തരീക്ഷത്തിലെ അമിതമായ ചൂട് സസ്യങ്ങളിലെ ഹോർമോണുകളെ ഉത്തേജിപ്പിക്കുകയും പൂവിടാൻ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നതായി സസ്യശാസ്ത്രകാരന്മാർ പറയുന്നു. ഫോട്ടോ പീരിയഡിസം എന്ന ഭൗമപ്രതിഭാസമാണ് ഇതിന് പിന്നിലെന്നാണ് പറയുന്നത്. സസ്യങ്ങൾ പൂവിടുന്നതിന് ആവശ്യമായ പകൽ വെളിച്ചത്തിന്റെ ദൈർഘ്യത്തെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. കാലാവസ്ഥാ വ്യതിയാനം മൂലം സസ്യങ്ങൾക്ക് ലഭിക്കുന്ന പ്രകാശത്തിന്റെ തീവ്രതയിലും കാലയളവിലും മാറ്റം വരുന്നു. ഇത് ചെടികളുടെ ബയോളജിക്കൽ ക്ലോക്ക് തെറ്റാനും കാരണമാകുന്നു. മണ്ണിലെ ജലാംശം വല്ലാതെ കുറയുമ്പോൾ സസ്യങ്ങൾ ഒരുക്കുന്ന അതിജീവന തന്ത്രമാണ് കൊന്നകളും ചെയ്യുന്നത്. പെരിയാർവാലി കനാലിനോട് ചേർന്നാണ് കൊന്ന പൂത്തു നിൽക്കുന്നത്. ആഴ്ചകൾക്ക് മുൻപേ കനാലിലെ നീരൊഴുക്കും നിന്നിരുന്നു. പ്രകൃതിയുടെ സന്തുലിതാവസ്ഥയുടെ താളം തെറ്റലാണ് കാലത്തിനു മുൻപേ കണിക്കൊന്ന പൂക്കുന്നതിന് കാരണമായതെങ്കിലും ക്ഷേത്രത്തിലെത്തുന്ന ഭക്തർ സന്തോഷത്തിലാണ്. പൂത്തുവിടർന്നു നിൽക്കുന്ന കണിക്കൊന്നയോടൊപ്പമുള്ള ഫോട്ടോയും വീഡിയോയും റീൽസും ചിത്രീകരിച്ചാണ് പലരും മടങ്ങുന്നതെന്ന് ക്ഷേത്ര മേൽശാന്തി കൂവപ്പടി ചെറുകുട്ടമ്മന PS ജയദേവൻ പോറ്റി പറഞ്ഞു. നമസ്കാരം. ഇത് ചേലാമറ്റം ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രം മേൽശാന്തി ജയദേവൻ പോറ്റിയാണ്. ഇത് ചേലാമറ്റത്ത് ഉള്ള ഒരു ക്ഷേത്രമാണ്. കുടുംബ ക്ഷേത്രമായിരുന്നു നേരത്തെ. അതിനുശേഷം കമ്മിറ്റിക്കാർ രൂപീകരിച്ച് ഇവിടുത്തെ നാട്ടുകാരുടെ നേതൃത്വത്തിൽ നടത്തപ്പെടുന്ന ഒരു അമ്പലമാണ്. എല്ലാ ദിവസവും രാവിലെ പൂജയുള്ളതാണ്. പ്രധാന ദേവൻ ശാസ്താവാണ്. കൂടാതെ ഉപദേവനായിട്ട് ഗണപതി, സുബ്രഹ്മണ്യൻ, ഭദ്രകാളി, ശിവൻ, കൂടാതെ പുറത്ത് നാഗദൈവങ്ങളും ഉപാസകന രക്ഷസും ഇതൊക്കെ കുടിയിരുത്തിയിട്ടുള്ളൊരു ക്ഷേത്രമാണ്. ഇനിയിപ്പോൾ ഏറ്റവും അടുത്ത് വരുന്ന ഒരു വിശേഷം എന്ന് പറയുന്നത് വിഷുവാണ്. വിഷുവിന് പറയുകയാണെങ്കിൽ നമുക്കറിയാം കണിക്കൊന്നയാണ് പ്രധാനമായിട്ട് ഒരു പുഷ്പമായിട്ടുള്ളത്. ഇവിടുത്തെ ഒരു പ്രത്യേക ഇപ്രാവശ്യത്തെ ഒരു വിരുന്ന് ഒരു കാഴ്ച പ്രത്യേകമായിട്ടൊരു എടുത്തു പറയേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കണിക്കൊന്ന നേരത്തെ പൂത്തിട്ടുണ്ട്. സാധാരണ രീതിയിൽ മേടമാസത്തിൽ വിഷുവിനോടനുബന്ധിച്ചാണെന്നതിൽ ഇപ്രാവശ്യം ഏതാണ്ട് മാർച്ച് ആദ്യവാരം തന്നെ അത് പൂത്തിട്ടുണ്ട്. അതൊരു നല്ലൊരു കാഴ്ചയായിട്ടാണ് ഇവിടെ വരുന്ന ഭക്തന്മാർ പലരും അത് ഫോട്ടോ എടുക്കുന്നുണ്ട്. കൂടാതെ നമുക്കിവിടെ ശാസ്താവിൻ്റെ തിരുമുറ്റത്ത് ഒരു പൂങ്കാവനവും വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അതും ഒരു നല്ല ഭംഗിയായിട്ട് ആൾക്കാർ ആസ്വദിക്കാറുണ്ട്. പിന്നെ ഇവിടെ വരുന്ന എല്ലാവർക്കും പ്രാർത്ഥിച്ച് അതിൻ്റെ പ്രയോജനവും കിട്ടുന്നുണ്ട്. പിന്നെ ഷഷ്ടി, ഞാൻ പറഞ്ഞ പോലെ തന്നെ ഷഷ്ടിക്കാണെന്നതിൽ ഇപ്രാവശ്യം കൂടുതൽ ആൾക്കാർ ഈ അടുത്ത കാലത്തായിട്ട് ഇവിടെ വരാറുണ്ട്. പിന്നെ ഇവിടുത്തെ പ്രധാന ഭാരവാഹികളായിട്ടുള്ളതാണ് മാനേജർ ഉണ്ണികൃഷ്ണൻ. ഇത് അടിച്ചുതളി വാരസ്യരായിട്ടുള്ള ഒരു സ്റ്റാഫാണ്. ഞങ്ങൾ 3 പേരാണ് ഇവിടുത്തെ മെയിനായിട്ടുള്ള ആൾക്കാർ.